ആലപ്പുഴ ഹരിപ്പാട് ഡിവൈഎഫ്ഐ ഫുട്ബോൾ വിളംബര ജാഥ നടത്തിയതിൽ 25ഓളം പ്രവർത്തകർക്കെതിരെ കേസ്. ദേശീയപാതയിൽ അന്യായമായി സംഘം ചേർന്നു, വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും തടസ്സം സൃഷ്ടിച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. കേസെടുത്തതിനെതിരെ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ വിളംബര ജാഥ സംഘടിപ്പിക്കും. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ ഈ വിളംബര ജാഥ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടായിരുന്നു? സ്മൃതി, സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ, വിളംബര ജാഥകളൊക്കെ തന്നെ സംഘടിപ്പിക്കുമ്പോൾ അറിയിപ്പ് കൊടുക്കാറുണ്ടായിരുന്നു. ഇവിടെ അറിയിപ്പ് കൊടുത്തതാണ്, പക്ഷേ പ്രത്യേക അനുമതി വാങ്ങിയില്ല എന്ന പേരിലായിരുന്നു ഇന്നലെ ഹരിപ്പാട് SI ബാബുജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ വിളംബര ജാഥ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ വെച്ച് തടഞ്ഞത്. ടൗൺ ഹാളിൽ മുൻപിൽ വെച്ച് തുടങ്ങിയ ജാഥയായിരുന്നു. ഇപ്പോഴിതാ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ്. 25ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ദേശീയപാതയിൽ അന്യായമായി സംഘം ചേർന്നു, ഉച്ചഭാഷണിയിലൂടെ ശബ്ദ മലിനീകരണം ഉണ്ടാക്കി, കാൽനട യാത്രക്കാർക്കും മറ്റ് യാത്രക്കാർക്കും പൊതു റോഡിൽ, അതായത് ഇത്തരത്തിലുള്ള റോഡിൽ തടസ്സമുണ്ടാക്കി, അവരുടെ ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കി തുടങ്ങിയ കുറ്റങ്ങൾ 2 വർഷത്തോളം ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന വലിയ ഫൈനോട് കൂടിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഹരിപ്പാട് SIക്ക് പക്ഷേ ഇതിൽ പ്രത്യേക താൽപര്യമുണ്ട്. ഈ രീതിയിൽ പല ജാഥകളും നടത്തുമ്പോൾ CPMന്റെയും ഡിവൈഎഫ്ഐയുടെയും ജാഥകൾ ഇപ്പോഴിതാ സർക്കാർ മാറി സമയത്ത് ഇദ്ദേഹം തടയാനെത്തുന്നു എന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. ഇപ്പോഴിതാ ഇങ്ങനെ പോവുകയാണ്. അത് ഹരിപ്പാട് മണ്ഡലമായിട്ടുള്ള, അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലാണ് ഈ സംഭവം. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഈ രീതി തുടരുകയാണെങ്കിൽ വഴിയിൽ തടയുമെന്ന് ഡിവൈഎഫ്ഐ പറയുന്നു. ഒപ്പം തന്നെ ഈ മാസം 16-ാം തീയതി ഇപ്പോൾ മുടങ്ങിയ, ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് മുടങ്ങിയ ഫുട്ബോൾ ലോകകപ്പിന്റെ വിളംബര ജാഥ അത് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിക്കാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ഇത്തരത്തിൽ അന്യായമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ഡിവൈഎഫ്ഐയുടെ ഒരു വിളംബര ജാഥ, ലോകകപ്പോട് ബന്ധപ്പെട്ട വിളംബര ജാഥ പോലീസ് അന്യായമായി തടഞ്ഞുവെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. ഇപ്പോഴിതാ അന്യായമായി സംഘം ചേർന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസാണെന്നുമാണ് നിലവിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചോദിക്കുന്നത്. സ്മൃതി, ശരി, ഡിവൈഎഫ്ഐ 25 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ നേതാക്കളുമുണ്ടോ ഇതിൽ? ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു? പരിപാടിയിൽ പങ്കെടുത്തത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് S സുരേഷ് കുമാർ അടക്കമുള്ള, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി പ്രസിഡന്റ് അടക്കമുള്ള നിരവധി നേതാക്കൾ അടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഡിവൈഎഫ്ഐ ഫുട്ബോൾ ലോകകപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും, ഡിവൈഎഫ്ഐയുടെ എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും വിളംബര ജാഥ പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി കൊടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഓരോ ബ്ലോക്ക് കമ്മിറ്റി ഓരോ പരിപാടികൾ സംഭവിക്കുന്നത്. ഈ വിളംബര ജാഥ ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് അത്